ഹലോ, നീ എവിടെയാടാ? ഞാൻ അങ്ങോട്ട് വന്നിട്ടിരിക്കും. എടാ, ഇവിടെ കുറച്ച് താമസം ഉണ്ടായിരുന്നേ. നീ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. പോസ്റ്റാണോ? അതേന്നേ. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോയി കിടന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. 1 മണിക്കൂറോ? 1 മണിക്കൂർ പോസ്റ്റാ അല്ലേ? പോയിട്ട് വന്നാൽ മതിയേ. ശരി ശരി. എഴുന്നേക്കളത്, എന്നെ ഉറക്കാടത്. എടോ എഴുന്നേക്കടോ, എത്ര നേരമായിടോ കിടക്കുന്നേ? എടോ പ്രേക്ഷകരെ, നിങ്ങളിത് കാണുക. ഇതാണ് സുമേഷ് ഇല്ലികൾ. ഇദ്ദേഹം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഇല്ലിയുടെ പ്രത്യേകത, സുമേഷ് ഇല്ലികൾ. ഈ ഇല്ലികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നോ അതോ താഴെ കാണുന്ന നമ്പറിൽ നിന്നോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. സുമേഷ് ഇല്ലികൾ. ജീവിതമാറ്റത്തിന് തുടക്കം കുറിക്കൂ. ധനനഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മറന്നേക്കൂ. സുമേഷ് ഇല്ലികളും മുളകളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. സുമേഷ് ഇല്ലികളും മുളകളും നിങ്ങൾക്കിപ്പോൾ ലഭ്യമാണ്. ഞങ്ങളുടെ മുളകൾ കൊണ്ടുണ്ടാക്കിയ ബെഞ്ച്, കസേര, കട്ടിൽ മുതലായവ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ മുളകളുടെ വില 4999 രൂപ മാത്രം. നമുക്ക് ചില അനുഭവസ്ഥർ പറയുന്നത് കേൾക്കാം. സുമേഷ് ഇല്ലികൾ ഞാൻ അയച്ചതില്ലേ, അത് നടുവേദന ഇല്ല. അതിന്റെ അതിന്റെ കസേരയുണ്ട്, കട്ടിലുണ്ട്, ഊഞ്ഞാലുണ്ട്, അതുപോലെ തന്നെ ചുരണ്ടി എല്ലാം ഉണ്ട്. സുമേഷ് ഇല്ലികൾ അത് നടുവേദന, കൈകാൽ കിഴപ്പ, മറുവിപ്പ, സന്ധികൾ ഉണ്ടാകുന്ന വേദന ഇതെല്ലാം അകറ്റും. സൂപ്പർ മരുന്നല്ല, അതുകൊണ്ടുണ്ടാക്കുന്ന ഇതാ ചൂര. ഞാൻ അയച്ചത് മൊത്തം കണ്ടില്ലായിരുന്നു. കസേരയുണ്ട്, കട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരും ഇപ്പൊ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് കിട്ടാനായിട്ട് ഇപ്പൊ എന്റെ നമ്പർ ഉണ്ട്. അതിപ്പോ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇപ്പൊ അത് ഉപയോഗിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നടുവേദന ഇല്ല, കൈക്ക് ഇപ്പം ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ തിരക്കുന്നുണ്ട്, അതിന്റെ കിട്ടാൻ വഴിയുണ്ടോ സെയിം സംഭവം. പക്ഷെ എനിക്ക് അത് കിട്ടിയിട്ടില്ല. നമുക്ക് തിരക്കണത് നാട്ടിൽ എനിക്ക് ഇവിടെ ഞാൻ നമ്പർ തരാമല്ലോ, പിന്നെ അയച്ചാൽ മതി. വാട്സാപ്പ് അയക്കാം. അല്ല കുഴപ്പമില്ല. അപ്പൊ സംഭവം മൂലയല്ല, സംഭവം മൂലം അടിപൊളി സാധനം വാങ്ങി മേടിച്ചു. നമ്മുടെ വീട്ടിൽ എല്ലാവരും അത് ഉപയോഗിക്കും. വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും നമ്മുടെ ഈ മുളകളെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ്, സുമേഷ് ഇല്ലികൾ. സുമേഷ് ഇല്ലികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുടേത്. ഇത് വാങ്ങി നിങ്ങൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ വെറും 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണോ സമ്പത്തുള്ളത് അത് ഇരട്ടിക്കുന്നതാണ്. നമ്മുടെ ഈ ഇല്ലികളിൽ ഇപ്പോഴത്തെ വില വെറും 9999 രൂപ മാത്രം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, നമസ്കാരം. ഞാൻ സുഗുണൻ ബ്യൂട്ടി പാർലർ. 1976 എൻ്റെ അച്ഛൻ തുടങ്ങിയ സ്ഥാപനമാണ്. ഞാൻ 85ാമത്തെ വർഷത്തിൽ ഞാനാണ് ഈ സ്ഥാപനം ഏറ്റെടുത്തത്. ഇപ്പോൾ ഈ 2-3 വർഷക്കാലമായിട്ട് ഈ സ്ഥാപനത്തിൽ ഭയങ്കര മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇല്ലി കൊണ്ടുവച്ചിട്ടാണ്. ഈ ഇല്ലി കൊണ്ടുവച്ച നിമിഷം മുതൽ
എൻ്റെ ദൈവമേ, പിടിച്ചാൽ കിട്ടാത്ത ജനങ്ങളാണ് ഈ കടയിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരാൾ മാത്രം ഇവിടെ ജോലി ചെയ്യാനുള്ളൂ. പക്ഷേ ഞാൻ വേറെ ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ആ ജോലിക്കാർക്കും കൂടെ പൈസ കൊടുക്കണ്ടേ? അതുകൊണ്ട് കിട്ടുന്ന ആൾക്കാരെ കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ മുടി വെട്ടി എൻ്റെ പോക്കറ്റ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇല്ലി വെക്കുക. ഇല്ലി വെച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് നിറയും, നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കും. നമ്മുടെ ഈ ഇല്ലി ഉപയോഗിച്ച നമ്മുടെ ഉപഭോക്താക്കൾ കുറച്ചുപേർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്നും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. പ്രിയമുള്ളവരെ നമസ്കാരം. എൻ്റെ പേര് സനോജ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തു മുഖേനയാണ് ഈ സുമേഷ് ഇല്ലികൾ എന്ന പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അത് ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിൻ്റെ വരവായി. ഞങ്ങളുടെ ഫാദറിന് കേരള ലോട്ടറി ഭാഗ്യക്കുറി ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാദർ മുഴുത്ത കുടിയായിരുന്നു, വെള്ളവടിയായിരുന്നു. അദ്ദേഹം ആ വെള്ളവടി നിർത്തി. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സ്ഥലം മേടിക്കാൻ പറ്റി, കാറ് വാങ്ങാൻ പറ്റി. അതുപോലെ ഒരുപാട് ഐശ്വര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറി. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഐശ്വര്യം കൊണ്ടുവരൂ. നിങ്ങളും മേടിച്ചു വെക്കൂ ഈ സുമേഷ് ഇല്ലികൾ. എൻ്റെ ഉറപ്പ് നിങ്ങൾക്കും ഐശ്വര്യം നേടാൻ സാധിക്കും. ഹായ്, നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാനൊരു നാടൻപാട്ട് കലാകാരനാണ്. എല്ലാ കലാകാരന്മാരെ പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു വലിയൊരു വേദിയിൽ എൻ്റെ ഈ നാടൻപാട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ചെറിയ ചെറിയ വേദികളിൽ ഞാൻ ഇങ്ങനെ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ എനിക്കൊരു വലിയ വേദിയെക്കുറിച്ച് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സതീഷ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ സുമേഷ് ഇല്ലികളെക്കുറിച്ച്. അപ്പോൾ ആദ്യമൊന്നും എനിക്കത് വിശ്വസിക്കാനോ അതെന്താണെന്നൊന്നും മനസ്സിലാക്കാനൊന്നും സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാനും സുമേഷ് ഇല്ലികൾ വാങ്ങിച്ചു. പിറ്റേന്ന് തന്നെ എനിക്ക് വലിയ ഒരു പ്രമുഖ ചാനലിൽ എൻ്റെ ഈ നാടൻപാട്ട് അവതരിപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് അമ്പലങ്ങളിലും പൊതുവേദികളിലുമൊക്കെ എനിക്കെൻ്റെ ഈ നാടൻപാട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനായി മാറിയത് ഈ സുമേഷ് ഇല്ലികൾ കൊണ്ട് തന്നെയാണ്. നമസ്കാരം. എൻ്റെ പേര് സോമൻ. എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ ദുർഘടമായ ഒരു യാത്രയിലായിരുന്നു ഞാൻ. അതായത് എൻ്റെ കൈക്കും കാലിനും എനിക്ക് ഭയങ്കര സന്ധികൾക്ക് വേദനയായിരുന്നു. എൻ്റെ മുട്ടിന് വേദന, അതുപോലെ തന്നെ എൻ്റെ കൈമുട്ടിന് ഇതുപോലെ വേദന, പിന്നെ ഈ ഉരത്തിനൊക്കെ ഭയങ്കര വേദന. എനിക്ക് കൈയൊന്നും അനക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്ക് പണിക്ക് പോകാനോ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ മുള കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഈ മുളയാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് എൻ്റെ വേദനകളെല്ലാം മാറ്റി തന്ന ഈ മുളയാണ്. അപ്പോൾ എനിക്ക് ഒരടി പോലും ഈ മുളയില്ലാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ എല്ലാവരും നിങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം തന്നെ ഉണ്ടാക്കും ഈ മുള. എൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇല്ലി വാങ്ങി വെച്ചത്. എനിക്ക് ഇത്രയും നാളും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇല്ലി വാങ്ങി വെക്കൂ. നിങ്ങൾക്ക് നല്ലത് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇത് കണ്ടോ, ഇതൊരു പ്രത്യേകതരം ഇല്ലിയാണ്. ഇത് 1 മാസം നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി, സമ്പത്തിരട്ടിയാണ്. നമുക്കൊന്ന് നോക്കിയാലോ? ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളെല്ലാം ആരെങ്കിലും വിശ്വസിക്കൂ? ചുമ്മാ മനുഷ്യരെ നാണം കെടുത്താൽ ഞാൻ ഇക്കാലം നോക്കാൻ പോകും. എടീ, ആ പേഴ്സ് നേരാവോ? ടൗൺ വരെ ഒന്ന് പോകണം. പെട്ടെന്ന് കൊണ്ടുപോവാ, പെട്ടെന്ന് എടുക്ക്. എവിടെ പോവാ? ടൗൺ വരെ. നമ്മൾ മറ്റേ പത്രത്തിൽ കണ്ടില്ല ഇല്ലിയുടെ, അതൊന്ന് നോക്കണം. പറ്റുവാണേ ഒന്ന് മേടിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. അന്ന് 2 കൂടെ വാങ്ങിച്ചോ. എന്നാ അതിന്? ഞാൻ നാളെ വീട്ടിൽ പോകുന്നുണ്ട്, ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കാം. എടോ ആ, നമ്മുടെ സുമേഷ് അണ്ണൻ്റെ വീട്ടിൽ ഇല്ലി വെച്ച് നമ്മളൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പരസ്യത്തിന് പരിപാടിയാണ്. താനൊന്ന് അഭിനയിക്കാൻ പറഞ്ഞു. പരസ്യത്തിലോ? ഞാനൊന്ന് പോടൂ. നീ പുലിമുരുക സിനിമ ഉണ്ടായിരുന്നു? അത് ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടതല്ലേ. അതിനകത്ത് മോഹൻലാൽ ഇറങ്ങി വരുന്നൊരു സീൻ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? അതിൻ്റെ ഫ്രണ്ട് സീറ്റ് ആയിരുന്നു പേപ്പർ എറിഞ്ഞായിരുന്നു. എനിക്കറിയാവോ? ആരാ? നീ വാ. ഞാനാ. എന്നോടാണോ താൻ അഭിനയത്തിൻ്റെ കാര്യം പറയുന്നത്? അഭിനയിക്കാൻ വന്ന പൈസ വല്ലതും കിട്ടുമോ? തരാം. എത്ര വേണം? ഒരു 19 രൂപ കിട്ടുമോ? 50 രൂപയോ? ഒരു 10 രൂപ എവിടെ നിന്നെങ്കിലും എടുത്തു തരാം, അല്ലാതെ എവിടെ നിന്ന് എടുത്തു തരാനാ? 50 രൂപ ഒന്നുമില്ല. 50 രൂപ കുറഞ്ഞ ഒരു കളിയും ഇല്ല ഇവിടെ. ആരുടെ 50 രൂപ ഉണ്ടോടാ? എത്ര വേണം? നിന്റെ ഇല്ലടാ? 2 ഉള്ളു ചേട്ടാ. തൽക്കാലം 22 രൂപയുള്ളൂ.
ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. 22 രൂപയോ? ആ, 22 രൂപയ്ക്ക് ഞാൻ അഭിനയിക്കണം? ശരി, റോളെന്താണേ പറ. താൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് വരണം, ഇവിടെ ഒന്ന് കിടക്കണം. താഴെ കിടക്കണോ അതോ മുകളിൽ കിടക്കണോ? താൻ ഈ ഇല്ലിയുടെ മുകളിൽ കയറി ഒന്ന് കിടന്നാൽ മതി. ആ ശരി ചേട്ടാ, ഇതിന് വല്ല കമ്പ് വെട്ടാനോ കുടിയെടുക്കാനോ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് വിളി, പണിയൊന്നുമില്ലായിരിക്കുമോ? ആ, വിളിക്കാം. ഈ ഇല്ലിയൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത് നിങ്ങള്? ഇവിടെ നമ്മുടെ കണ്ടത്തിനടുത്തുള്ള മറ്റേ സുമേഷ് അല്ലേ? ഏത് നമ്മുടെ ആ മറ്റത്ത് ഇരിക്കുന്ന ആ വീട്ടിൽ അത് തന്നെ. സുമേഷ് നമുക്ക് പരിചയമുണ്ടോ? എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഇപ്പൊ കാണിക്കാം, ഞാൻ വിളിക്കാവേ. നിങ്ങളിത് കാശ് കൊടുത്താണോ ഇന്ത്യ മേടിക്കുന്നത്? ആ ഞങ്ങൾ കാശ് കൊടുക്കും. ഇപ്പൊ ശരിയാക്കി തരാം. എടുക്കുന്നില്ലടാ. എന്റെ പേര് പറഞ്ഞാൽ മതി. ആണോ? എനിക്ക് ഫ്രീ ആയിട്ട് കെട്ടിക്കൊണ്ട് പോകാൻ പറയും, കുഴപ്പമില്ല. അപ്പൊ നിനക്ക് തരാനുള്ള പൈസ എനിക്ക് തരാനുള്ള പൈസ തരണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒപ്പിച്ചുതരാം. നമ്മുടെ പേയ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ, അഡ്ജസ്റ്റ് തന്നെ ചെയ്യണം. എങ്കിലും ഇച്ചിരി ലാഭമൊക്കെ വരുമ്പോ നമുക്ക് അതേ ഉള്ളൂ. മുമ്പ് ഒന്നുകൂടെ പറയണം. വേണ്ട വേണ്ട, മറ്റേ സുമേഷ് വിളിക്കുന്നുണ്ടോ? ഉപ്പ സെറ്റാക്കി തരാ. ആ ഹലോ എടാ, നമ്മുടെ കുറച്ച് കമ്പനിക്കാര് അവിടെ വന്ന് ഇല്ലി മേടിച്ചില്ല. ഇല്ലിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇല്ലിയുടെ കേസിട്ട് പറഞ്ഞില്ല, നീ ആ പൈസ ഒക്കെ മേടിച്ചാണോ കൊടുത്തെന്ന് പറയുന്നതായിട്ട്. അല്ല ആ ആ ആ ആ ശരി എന്നാ, ഓക്കെ. സെറ്റാണോടാ? സെറ്റൊന്നും അല്ല, അത് ചടങ്ങായിട്ടിരിക്കുക. എടാ, അവന്റെ പറഞ്ഞ നിങ്ങൾ ഇല്ലി വെട്ടിയാലും കുഴപ്പമില്ല. ഇല്ലി ചോദിച്ചല്ലേ വെട്ടിയത്. അവന്മാർ അവിടുന്ന് തേങ്ങായും കപ്പയും കോപ്പും എല്ലാം എടുത്തോണ്ട് പോയെന്ന് പറയുന്നത്. അവൻ ഇപ്പൊ കേസ് കൊടുക്കാൻ പോവാ. സീനാകും. 8ന്റെ പണി കിട്ടും ചിലപ്പോ. ഒരു കാര്യം ചെയ്യും, ഇത് പണി കിട്ടിയെന്ന് പറഞ്ഞാലും എന്റെ പേര് പറയരുത് കേട്ടോ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നതുള്ളൂ. അതിന്റെ പേയ്മെന്റ് മേടിച്ചിട്ട് ഞാൻ അങ്ങ് പോകും. പിന്നെ എനിക്ക് ഇതിന്റെ പുറകെ തൂകാൻ നേരമില്ല. പറഞ്ഞ മനസ്സിലായല്ലോ. കൊച്ചിനെടുക്കാൻ പറഞ്ഞാൽ കൊച്ചിനെടുക്കണം, അല്ല കൊച്ചിന്റെ തള്ള എടുക്കാൻ പോവല്ലേ. എന്നാ കേസ് ഇപ്പൊ ഞാനും കൂടെ കൊടുക്കുന്ന അവസ്ഥയാ. ഓക്കെ ആടാ. ആ കുഴപ്പമില്ല. ഇതന്നെ തലക്കെന്നെ പറ്റി? ഓ ഒന്നും പറയണ്ടടാ. ഈ ഇല്ലിയില്ലേ, അത് മേടിച്ചോണ്ടാ ഞാൻ ഒരു ദിവസം പരിപാടിക്കാ പോകുന്നത്. അന്ന് വെച്ചാൽ പരിപാടി ചെയ്തിപ്പോയി. പിന്നെ കമ്മിറ്റിക്കാർക്ക് തല്ലാൻ വടിവെല്ലാം തപ്പി പോകണമായിരുന്നു. കയ്യിലിരിക്കുമല്ലേ ഈ ഇല്ലി. നല്ല അടിയായിട്ട്. ഇതിൽ എൻ്റെ ഏറ്റവും വലിയൊരു താങ്ങും തണലുമാണ് ഈ മുള. ഓക്കെ അല്ലേ? ഓക്കെ. മേടിക്കുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് ഇരുന്നിട്ടുണ്ടാണ്. മേടിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് മര്യാദയ്ക്ക് ഇതില്ല, നടക്കാനും പറ്റുമല്ല. ഇല്ല ഇത് കുഴപ്പമില്ല. ഇത് കിട്ടിയിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല. ഓക്കെ ഇത് മതി. വിളിച്ചു. ഓക്കെ അല്ല, എനിക്ക് ചെന്ന് പോയിട്ട് ഇച്ചിരി തെറിയുണ്ട്. ഉണ്ട്. പിന്നെ വരാം. ചേട്ടാ പിന്നെ വരാം. നീ മിണ്ടരുത്. ഞാൻ ഒരു കാര്യം പറയാം. 10ന്റെ പൈസ ഇന്ന് രാവിലെ കട തുറന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ദൈവത്തെ ഓർത്ത് നിന്റെ തലയെങ്കിലും എനിക്ക് താടാ 50 രൂപ തന്നാ മതി. 50 രൂപ. ഈ ഇല്ലി വെച്ച ദിവസം തൊട്ട് ഞാൻ മുടിഞ്ഞ് നശിച്ച് തരിപ്പണമാവുകയാണ്. എന്റെ കുടുംബം കുളം തോന്നുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിന്റെ തലയെങ്കിലും താടാ. എന്തൊക്കെ നിന്നെ കാത്തിരിക്കായിരുന്നു. നിന്റെ വാക്കും പോയിട്ട് ഞാൻ അന്ന് അത് വാങ്ങി. ഏതാ സുമേഷ് ഇല്ലികള്. പക്ഷെ ഭയങ്കര കംപ്ലൈന്റ് ആണ് വീട്ടില്. നീ വാങ്ങിയില്ലേ? വാങ്ങിയോ? നീ ഉപയോഗിച്ചു. ഞാനത് പിന്നെ മെസ്സേജ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ വാങ്ങിയല്ലോ. വീട്ടിൽ എല്ലാവരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ പോലെ ഞാൻ വീട്ടിൽ എല്ലാവരും ഉപയോഗിച്ച് നടന്നോണ്ടിരുന്നു. വലിയ ഇപ്പൊ എടുത്തോണ്ട് ആശുപത്രി പോയിപ്പോ ഈ സാധനം ഉപയോഗിച്ചിട്ട് മര്യാദയ്ക്ക് നടന്നു. അത്യാവശ്യം നടുവേദന ഒന്നും പറയണ്ട. ഞങ്ങളുടെ വല്യമ്മ അങ്ങനെ തന്നെയാണ്. വല്യമ്മ എഴുന്നേറ്റിരിക്കുവായിരുന്നു. കിടക്കാൻ മാത്രമേ ഉള്ളൂ. പോയി ആ ഒറ്റ ഇല്ലി മേടിച്ചാ. എടാ ഒന്നും പറയണ്ട. ഒരു പണി കിട്ടിയടാ. ഒരു ഇല്ല് വാങ്ങിക്കാൻ പോയതാ. കയ്യിലുള്ള പൈസയും പോയി, ഇപ്പം ആണ്ട കിടപ്പാടവും പോയി. ഇപ്പോൾ ഒരു വീട് മേടിക്കാൻ പോകണം. ഞാനങ്ങോട്ട് പോകുന്ന വഴിക്കാ. ശരി ഓക്കെടാ, നിന്നെ വിളിക്കാം പിന്നെ. ഓക്കെ. ആ മോനെ, ആ തെക്കേ വീട്ടിലെ രാജു എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയാ? രാജുവിൻ്റെ വീട് ഇവിടെ നേരെ കയറ്റം കയറിച്ചില്ല. അവിടുന്ന് ഒരു 4ാമത്തെ വീട്. ഓക്കെ.
അതെ ചേട്ടാ, ആ വീടിന്റെ ഫ്രണ്ടിലായിടെ കുറച്ച് ഇല്ല് നിൽപ്പുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. എന്താ? കുറച്ച് ഇല്ലേ? ഇല്ലയോ? ആ, അത് നിൽപ്പുണ്ട്, അത് ശ്രദ്ധിച്ച് നേരെ അങ്ങ് പോയാൽ മതി. ഈ പുള്ളി എന്തിനാ തിരിച്ചു പോയേ? ആ, ടീച്ചർക്കുള്ള പെൻഷൻ കിട്ടിയെന്നാ തോന്നുന്നു. ഇനി KSVക്കാർക്ക് പെൻഷൻ ചെന്ന് കിട്ടുമോ? തിരക്കി വന്നൊന്ന് ചോദിച്ചേക്കാം. കുടിക്കാൻ ഇച്ചിരി വെള്ളം ഇങ്ങ് എടുത്ത് തരും കേട്ടോ. കുടിക്കാനുള്ള വെള്ളം എടുത്തോടി. എന്നാ ഇനി കൊണ്ടുവന്നേ. എന്തിനാ ഫോൺ എടുത്തോണ്ട് വരുന്നത്? കുറെ നേരമായല്ലോ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. ആ, ഇങ്ങ് കാണിച്ചത്. ആ, അത്യാവശ്യക്കാരനാണെങ്കിൽ ഒന്നും കൂടെ വിളിക്കും. ഇതെന്നെ ബാങ്കിൽ നിന്ന് മെസ്സേജ്. നീ പൈസ വല്ലതും വിഡ്രോ ചെയ്തോ? ആ, പൈസയോ? എടി, നീയോ ഞാനല്ല ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ ആരല്ലോ എടുക്കുവോ? ഇതിനകത്തുനിന്ന് പൈസ എടുത്തത് ഇപ്പം മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. എനിക്കറിയത്തില്ല. പൈസ എടുത്തില്ലേ? 10,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണല്ലോ മെസ്സേജ് വന്നിരിക്കുന്നത്. എടി, ഞാനിവിടെ കിടന്ന് എന്ത് കഷ്ടപ്പെട്ട ഈ പൈസ ഉണ്ടാക്കാൻ നിനക്കറിയാവോ? നിങ്ങളോട് ഞാൻ എത്ര നാളെ പറയുന്നു പറമ്പി പണിക്ക് ഒരാളെ വെക്കാൻ? പറമ്പിൽ പണിക്ക് ആളെ വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ലേ? ആ, അതിനല്ല ഒരു പ്രതിവിധി ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന്. എന്തോന്ന്? അതോ, അതിപ്പോ കൊണ്ടുവരാം. ഇതെന്നാ ട്രോഫി വരാൻ പറ്റുമോ നിനക്ക്? ഇതാണ് ആ സാധനം. ഇതെന്നാ സാധനം? ഇത് ഇല്ലയല്ലേ? ഓ ഈശ്വരാ, ഇത് വെറുതെ ഉള്ള ഇല്ലയൊന്നും അല്ല. നമ്മുടെ കഷ്ടപ്പാടും വരുന്നു എല്ലാം മറന്നുള്ള സുമേഷ് ഇല്ലികൾ. സുമേഷ് ഇല്ലയോ? ആന്ന്. നീ എന്താടാ ഈ നോക്കുന്നത്? ആ ചേട്ടാ, ഞാനിവിടെ ഇല്ലി വല്ലതും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഇല്ലിയോ? നിനക്കെന്തിനാടാ ഇല്ലി? ഞങ്ങൾ ഈ പിള്ളേരെല്ലാരും കൂടി ഈ ഇല്ലി വെച്ച് ചെറിയ സാധനങ്ങൾ ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു. മടുപ്പാ. എന്നാൽ ഇവിടെ വല്ല ഉണ്ടോ നോക്കാൻ വന്നതാ. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇല്ലി വെച്ചൊരു പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതന്നെ ചെയ്തു നോക്ക്. ആ, നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസികളായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർ. നമ്മൾ 10 പേരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 പേര് നെഗറ്റീവായി ചിന്തിക്കുന്നവരായിരിക്കും. എന്നിട്ട് അവർ അതിനുള്ള വഴി വേറെ തേടുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. അവരെ വെച്ച് ഇപ്പം എന്ത് ചെയ്യാനാ? അവരെ വെച്ച് നമ്മൾ അതിൽ പരസ്യം അങ്ങ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇല്ലി വളരെ ശക്തിയുള്ളതാണെന്നും ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നൊരു ഹെഡിങ്. അതോടൊപ്പം നമ്മുടെ ഫോൺ നമ്പരും കൊടുക്കാം. പത്രത്തോടൊപ്പം കുറച്ച് നോട്ടീസും പ്രിന്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനുണ്ട്, നല്ലൊരു സ്റ്റുഡിയോ വർക്കറാണ്. നമുക്ക് അവനെ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവൻ നല്ല രീതിയിൽ ചെയ്തു തരും. അത് നടക്കൂ? നടക്കും. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നിരവധി ഉള്ളത്. അവരാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ എല്ലാം പുറകെ പോകുന്നത്. അപ്പോൾ അവരെ തന്നെ പിടിക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. നന്നായിട്ട് തള്ളിക്കോണേ. ആ, പ്രേക്ഷകരെ നിങ്ങളിത് കാണുക. ഇതാണ് സുമേഷ് ഇല്ലികൾ. ഇദ്ദേഹം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടു. എന്നിട്ടും അദ്ദേഹം എഴുന്നേക്കുന്നില്ല. അതാണ് സുമേഷ് ഇല്ലികൾ. നിങ്ങൾക്ക് ഈ ഇല്ലികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ആക്ഷൻ. സുമേഷ് ഇല്ലികൾ. ഇനി ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോടാ. നിങ്ങളെന്തായിരുന്നു ആലോചിക്കുന്നത്? ഇത്ര നാളെ ഞാൻ പറയുന്നത് വലിയ പുച്ഛമായിരുന്നല്ലോ.
നീ നോക്കിക്കോ, നമുക്ക് വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും. എന്റെ സുമേഷേ.